എന്തായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ആ പത്മനാഭൻ അവൻ എന്തിനാ ഈ നെറികേട് കാണിച്ചത്? എന്റെ മോനെ വിളിച്ചു വരുത്തി അപമാനിച്ചു. എനിക്കത് അറിയണം. എനിക്ക് ചോദിക്കണം. ചോദിച്ചിട്ട് നല്ല കാര്യം. എന്റെ മോനെ അവൻ അപമാനിച്ചു. നെറികെട്ടവൻ. ചോദിക്കും ഞാൻ. ചോദിക്കും. വിടാനല്ലേ പറഞ്ഞു. ശങ്കരേട്ട സമാധാനിക്കുക. ഇപ്പൊ എന്തായാലും അങ്ങോട്ട് പോകണ്ട. പോയാൽ ശരിയാവില്ല. എന്റെ മോനെ നാണം കെടുത്തിട്ട് പത്മനാഭൻ അവിടെ കിടന്ന് ഉറങ്ങണ്ട. അവിടെ പോയിട്ട് ശങ്കരേട്ടൻ എന്ത് ചെയ്യാൻ പോവാ? അത് ഈ കോളത്തില് നാണം കെടാന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ശങ്കരനെ അവനെ അറിഞ്ഞില്ലാത്തോണ്ടാ. എന്റെ മക്കൾക്ക് നൊന്താൽ ശങ്കരൻ പിന്നെ മുന്നും പിന്നും നോക്കില്ല. അച്ഛ എന്തിനുള്ള പുറപ്പെടാ? എന്തറിഞ്ഞിട്ടേ ഇറങ്ങിത്തിരിക്കുന്നത്? അമ്മ ഞങ്ങളെ മനഃപൂർവ്വം വിളിച്ചു വരുത്തി നാടൻ കെടുത്തിന്നാണ് അച്ഛൻ വിചാരിക്കുന്നത്. അതെ, അത് തന്നെയാണ് സംഭവിച്ചത്. ഇത് നിശ്ചയമാണ്. വരണോന്ന് കൈമണിയൊന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അവിടെ പോയത്? നിശ്ചയമാണെന്ന് മണിയേട്ടൻ പറഞ്ഞു. പക്ഷെ അത് ആരുടെ നിശ്ചയമാണെന്ന് പറഞ്ഞില്ല. തെറ്റ് നമ്മുടെ ഭാഗത്ത്. നിശ്ചയം എന്ന് കേട്ടപ്പോ അത് എന്റെയും പാറുവിന്റെയും നിശ്ചയമാണെന്ന് തെറ്റിദ്ധരിച്ചത് നമ്മുടെ കുഴപ്പാ. മണിയേട്ടൻ പറയാത്ത ഊഹിച്ചെടുത്ത് ചടങ്ങിനെത്തിയിട്ട് അതിന് അമ്മാവനെ പഴിച്ചിട്ട് എന്ത് കാര്യം? അച്ഛൻ ആദ്യം അത് ചിന്തിക്കും. അമ്മാവനൊരിക്കലും അറിഞ്ഞുകൊണ്ട് നമ്മുടെ നാണം കെടുത്താൻ നിൽക്കില്ല. 15 വർഷം മുമ്പ് ഈ നാട്ടുകാർ മുഴുവൻ നമ്മളെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോഴും എല്ലാവരും ചേർന്ന് നമ്മളെ നാട് കടത്താൻ ശ്രമിച്ചപ്പോഴും നമുക്ക് തുണയായതും നമ്മളെ ചേർത്ത് പിടിച്ചതും അമ്മാവ മാത്രമാണ്. അമ്മാവൻ ഒരാൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോഴീ നാട്ടിൽ കഴിയുന്നത്. അതച്ഛൻ മറന്നു പോകരുത്. അങ്ങനെയുള്ള ആ മനുഷ്യന് നമ്മൾ അപമാനിക്കാൻ കഴിയും? അല്ലെങ്കിൽ തന്നെ അമ്മാവനൊരു വാക്കുകൊണ്ട് എപ്പോഴെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് നമുക്ക് പറ്റിയ അബദ്ധമാണ്. അതുകൊണ്ട് അച്ഛൻ വെറുതെ അമ്മാവനോട് സംസാരിക്കാൻ നിൽക്കണ്ട. അത് ശരിയായിട്ടുള്ള പ്രവൃത്തിയല്ല. എന്നാലും മോനെ, എല്ലാവരും രാവിലെ ഒരുങ്ങി ഇറങ്ങി പോയിട്ട് അച്ഛൻ ഒരുപാട് സന്തോഷിച്ചു. ഇന്നെന്റെ മോന്റെ നിശ്ചയമാണല്ലോ എന്ന് ഓർത്ത് അച്ഛൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. എല്ലാം വെറുതെ ആയി പോയല്ലോ.